ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ജ്വല്ലറി മേക്കിങ്ങിന് വരെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയാലോ? 2-3 ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന കമൻസാണിത്. അപ്പോൾ എല്ലാം പറഞ്ഞു തരാലോ. അപ്പോൾ ഇതാണ് വാക്സ് ഷീറ്റ്. കമലിന്റെ ബേസ് ആയും ബാക്കിൽ കവർ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്ത വൈറ്റ് ക്യാൻവാസിന് പകരം ഇനി മുതൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന B7000 ഗ്ലൂ. നമ്മളെ വീഡിയോസിൽ സ്റ്റോൺസ് ഒട്ടിക്കാൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ OHP ഷീറ്റാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് പൾ ബീഡ്സ്. ഇത് ഇങ്ങനെ യൂസ് ചെയ്യും. ഇതാണ് സ്റ്റോൺ ചെയിൻ. ഇത് വന്നിട്ട് പേൾ ചെയിനും പേൾ ആൻഡ് സ്റ്റോൺ മിക്സ് ചെയിനും. ഇത് ഗോൾഡൻ ബീഡ്സ്. ഇത് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു ഐറ്റാണ്, സർദോസി എന്ന് പറയും. ഇത് തിക്കായിട്ടുള്ള ഗിയർ വയർ ആണ്. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇതാണ് തിന്നായിട്ടുള്ള ഗിയർ വയർ. ഇതാണ് ഇൻവിസിബിൾ ചെയിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് പൾ ബീഡ്സിലും നോർമൽ ബീഡ്സിലും യൂസ് ചെയ്യുന്ന പിന്നാണ്. ആൻഡ് ദിസ് ഇസ് ബോൾ ചെയിൻ. ആൻഡ് ഇത് ഇയറിങ്ങിൻ്റെ സ്റ്റഡാണ്. എൻ്റെ കയ്യിൽ സ്മോള്, മീഡിയം, ബിഗ് മൂന്നും ഉണ്ട്. ഈ രണ്ടുമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഒരു ഐപ്പിനെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ സൈഡ് കട്ടർ. ഐപ്പിനും ജംപറിങ്ങും ഒക്കെ ഓപ്പണും ക്ലോസും ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്ലാറ്റ് നോസ് പ്ലെയർ. പ്ലെയിൻ ആയിട്ടുള്ള പിൻസിനെ വളച്ച് ഇതുപോലെ ഐപ്പിനാക്കി മാറ്റാൻ ഈ റൗണ്ട് നോസ് പ്ലെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റോൺ പിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്ലക്കർ. ഇത് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഐറ്റാണ്. ഗ്ലൂ സ്റ്റിക്ക് ആണ് ഇത്. ഏത് ഷേപ്പിലുള്ള സ്റ്റോൺസ് ആണെങ്കിലും ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് ജുംക്കയുടെ ബേസ്. ഇതാണ് ഐപ്പിൻസ്. ഇത് കാശ്. ഇതാണ് പേൾസ് ഒക്കെ ഹുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജംപ് റിങ്സ്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് ആണ് ഇതൊക്കെ. ആൻഡ് ഫൈനലി നമ്മുടെ മെയിൻ ഐറ്റം. ഈ കാണുന്നൊക്കെയാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷേപ്സ്. അതുകൂടാതെ ഈ ലവ് ഷേപ്പും കുഞ്ഞു റൗണ്ട് ഷേപ്പും പുതുതായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഈ വെറൈറ്റീസിൽ കുറേയൊക്കെ നാട്ടിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് ഞാനിത് വാങ്ങിയത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞ ലോട്ടസ് നെക്ക് പീസിന് ആവശ്യമായ ഗിയർ ലോക്ക്. ഈ ഒരു ത്രെഡ് കട്ടറും നമ്മൾ ഇയറിംഗ് മേക്കിങ്ങിന് യൂസ് ചെയ്യാം. ഒരു ഫോളോവർ ഉണ്ടാക്കുമെന്ന് ചോദിച്ച വയലറ്റ് കളർ ഇയറിംഗ് ഓൺ ദ വേ ആണ്. ഈ സിൽക്ക് ത്രെഡും ബാംഗിൾ ബേസും ആദ്യമായിട്ട് വാങ്ങിയാണ്. നമുക്കൊരു വളയൊക്കെ ഉണ്ടാക്കി കളയാന്നേ. വീഡിയോ ഇച്ചിരി ലെങ്തി ആണെന്ന് അറിയാം. ഇതിനു വേണ്ടി ഒരു സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യം ഇല്ലാന്ന് തോന്നിയോണ്ടാണ്. അപ്പോൾ ബാംഗിൾ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണിത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമന്റ്സിലേക്ക് വായോ. അപ്പോൾ പിന്നെ ബൈ.